ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡയസീറ. ഡയസീറയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ഈ ഒരു ചിത്രം അക്ഷരാർത്ഥത്തിൽ ടീസർ കൊണ്ട് തന്നെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ ട്രെയിലർ കൂടി എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഒന്നും കൂടെ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ്. സിനിമ ഒക്ടോബർ 31 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ ഒരു ടീമിന് ഹെവി കോൺഫിഡൻസ് തന്നെയാണ്. അത് നമുക്കറിയാം. രാഹുൽ സദാശിവൻ സിനിമകളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. ഭൂതകാലം എടുത്തു കഴിഞ്ഞാലും ഭ്രമയുഗം എടുത്തു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഡയസീറ എടുത്തു കഴിഞ്ഞാലുമൊക്കെ നമുക്ക് ഒരേ ഫീല് തന്നെയായിരിക്കും മികച്ച സിനിമ എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസിൽ അവർ പടം ഇറക്കാൻ പോകുന്നത് പ്രീമിയറായിട്ടും 30-ാം തീയതി രാത്രിയിൽ തന്നെ. അതാണ് വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ചേർന്നൊരുക്കുന്ന ഈ ഒരു സിനിമകളുടെ പ്രത്യേകത എന്ന് തന്നെ പറയാം. അതിൽ കോൺഫിഡൻറ്റ് തന്നെയാണ്. വെറുതെ ഒരു സിനിമ ചെയ്ത് സംശയത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സിനിമ ചെയ്യുകയല്ല. ക്വാളിറ്റി ഗംഭീരമായിരിക്കുമെന്നുള്ള ഉറപ്പ്, കണ്ടൻറ്റ് ഗംഭീരമായിരിക്കുമെന്നുള്ള ഉറപ്പ്, പ്രകടനം ഗംഭീരമാക്കും എന്നുള്ളതും ഉറപ്പ്. അതുതന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെ സിനിമകൾ ചെയ്താൽ മതി പ്രണവ് മോഹൻലാൽ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വർഷത്തിലൊന്നോ 2 വർഷത്തിലൊന്നോ ചെയ്താൽ മതി. ചെയ്യുന്ന സിനിമകൾ നല്ലതായാൽ മാത്രം മതി എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? 1 മിനിറ്റും 17 സെക്കൻഡുകളും മാത്രമാണെങ്കിലും നല്ല ലെവലിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു പടത്തിൻ്റെ ഫീല് നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ പ്രണവിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും നമുക്ക് നന്നായിട്ട് ഇതിനകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ജോണർ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുത്തും എന്നുറപ്പാണ്. കാരണം മലയാളികൾക്ക് പ്രിയപ്പെട്ട പ്രേതകഥകൾ എല്ലാം അതേ രീതിയിൽ തന്നെ ഇങ്ങെത്തുമ്പോൾ അത് മലയാളികളെ വല്ലാതെ പിടിച്ചിരുത്തുന്ന നല്ല ക്വാളിറ്റി കൂടി ഉണ്ടെങ്കിൽ എന്നുള്ളതിന് സംശയങ്ങളുമില്ല. എന്താണെങ്കിലും ഈ ഒരു സിനിമ എത്താൻ പോവുകയാണ്. അതായത് കൃത്യം പറഞ്ഞാൽ ഇനി 5 ദിവസങ്ങൾ കൂടെ മാത്രം നല്ല ഒരു ചിത്രമായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ. ഡയസീറ ആദ്യം നമുക്ക് ഈ പേരൊക്കെ അത്ര ഗംഭീരമായിട്ട് തോന്നിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അതിഗംഭീരമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കളങ്കാവൽ എന്ന ചിത്രം മറ്റൊരു മാസ്റ്റർ പീസ് മമ്മൂട്ടിയിൽ നിന്ന് വരാൻ പോകുന്നു. ആ ഒരു ചിത്രത്തിൻ്റെ ഇന്ന് ട്രെയിലർ സെൻസറിങ് കഴിഞ്ഞ റിപ്പോർട്ടുകൾ, അതായത് 24-ാം തീയതി സെൻസറിങ് കഴിഞ്ഞു. കളങ്കാവലിൻ്റെ 1 മിനിറ്റും 53 സെക്കൻഡുകളുമാണ് ഈ ഒരു സിനിമയുടെയും ട്രെയിലർ ആയിട്ട് വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഞെട്ടിക്കാൻ തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു കളങ്കാവൽ എന്ന ചിത്രം നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളാകുന്നു എന്നുള്ള. അതിനിടയിൽ മമ്മൂട്ടി മറ്റു ചിത്രങ്ങളിലേക്ക് മാറുകയും ചെയ്തു. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞുവെങ്കിൽ പോലും പാട്രിയോട്ട് എന്ന ചിത്രത്തിലാണ് മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് കളങ്കാവൽ വരുമ്പോൾ അതിൻ്റെ കഥയുടെ സാരാംശവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ശാന്തമായ ഗ്രാമം, കോട്ടായി കോണമിൽ എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടെ നടന്ന ഒരു സാധാരണ പോലീസ് അന്വേഷണമാണ് ഈ സിനിമയുടെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ. അവിടെ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് നേടുകയാണ്. വേറെ ഒന്നുമല്ല, ചെറുതായി തോന്നിയ ചില സൂചനകൾ ഒരുപിടി ഭയാനകമായ കേസുകളിലേക്ക് വഴിതെളിയിക്കുമ്പോൾ അന്വേഷണം കൂടുതൽ രസകരമാക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമെന്ന് തന്നെ പറയാം. പല കേസുകളിലും വർഷങ്ങളായി അപ്രത്യക്ഷമായിരുന്ന ചില ദുരൂഹതകൾ അന്വേഷണത്തിലൂടെ വെളിപ്പെടുകയും അന്വേഷണത്തിനിടയിൽ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന മിടുക്കൻ തന്ത്രങ്ങൾക്കെതിരെ കഥ അത്ഭുതകരമായി മുന്നേറുകയും ചെയ്യുന്നു. ഇതാണ് സാരാംശമായിട്ട് വന്നിരിക്കുന്നത്, അതായത് സിനോപ്സിസായി വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഞെട്ടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വിനായകൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അമ്മാതിരി കൊമ്പ് കോർക്കലായിരിക്കും എന്നുള്ളതിന് ഒരു മലയാളിക്കും സംശയമില്ല. ഇനി കഥയുടെ കാര്യത്തിലാണെങ്കിലും ഇത് ഒരു അമ്മാതിരി സംഭവം പൊളപ്പൻ സാധനങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും ഈ 2 സിനിമകളുടെയും പ്രത്യേകത, രണ്ടും ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്നുള്ള പേരിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ മമ്മൂട്ടി വീണ്ടും ഞെട്ടിക്കാൻ ഉറപ്പിച്ച് തന്നെ പോവുകയാണ്. അതായത് ഒരു നടന് വേണ്ട എന്താണ്, അല്ലെങ്കിൽ ഒരു നടൻ എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. വെറുതെ വന്ന് നിന്ന് പോവുകയോ ആരാധനയുടെ പുറത്ത് എന്തെങ്കിലും കാണിക്കുമ്പോൾ കയ്യടി മേടിക്കുന്ന നടനല്ല മമ്മൂട്ടി എന്ന് നമുക്കറിയാം. തീർച്ചയായും കഷ്ടപ്പെട്ട് നല്ല ലെവലിൽ അഭിനയിച്ച് എഫേർട്ട് എടുത്ത് നല്ല നല്ല ചിത്രങ്ങൾ വരുമ്പോൾ ആരാധകരുടെ താല്പര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു പുതിയ വഴി വെട്ടി വരുന്നു എന്ന് തന്നെ പറയാം. ഓരോ സിനിമയിലും വ്യത്യസ്തത പുലർത്തുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്ന വ്യക്തിയുമല്ല എന്ന് നമുക്കറിയാം. എന്താണെങ്കിലും ഈ ഒരു സിനിമ കൂടി വരുമ്പോൾ ജിതിൻ കെ ജോസിൻ്റെ ഈ ഒരു ചിത്രം എന്നും മലയാള സിനിമയിൽ ഒരു അഭിവാജ്യ, അല്ലെങ്കിൽ എന്നും ചരിത്ര ഏടുകളിൽ രേഖപ്പെടുത്തുന്ന ചിത്രമായി മാറും. കാരണം അതിന് അമരക്കാരനായി നിൽക്കുന്നത് മമ്മൂട്ടി കമ്പനി കൂടിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതും അതിഗംഭീരമായ ചിത്രമായിരിക്കും. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത്